ഗൾഫ് മേഖലയെ നടുക്കി കുവൈറ്റ്, UAE, ബഹ്റൈൻ രാജ്യങ്ങളിൽ ഇറാന്റെ വ്യാപക ഡ്രോൺ ആക്രമണം. കുവൈറ്റിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കും വൈദ്യുതി ജലവിതരണ ശൃംഖലകൾക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ രാജ്യത്തെ ഊർജ്ജ വിതരണ സംവിധാനം ഭാഗികമായി തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയെ നടുക്കി കുവൈറ്റ്, UAE, ബഹ്റൈൻ രാജ്യങ്ങളിൽ ഇറാന്റെ വ്യാപക ഡ്രോൺ ആക്രമണമാണ് നടന്നത്. കുവൈറ്റിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കും വൈദ്യുതി ജലവിതരണ ശൃംഖലകൾക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ രാജ്യത്തെ ഊർജ്ജ വിതരണ സംവിധാനം ഭാഗികമായി തടസ്സപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഷുബൈഖ് പ്രദേശത്തെ കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് സമുച്ചയം ലക്ഷ്യമിട്ട ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായെന്നും കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചുവെന്നുമാണ് അധികൃതർ പറയുന്നത്. അടിയന്തര രക്ഷാപ്രവർത്തന സംഘങ്ങളും അഗ്നിശമന സേനയും ഉടൻ സ്ഥലത്തെത്തിയിരുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കെട്ടിടം ഒഴിപ്പിക്കുകയും നാശനഷ്ടം വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുകയാണ്. അപകടത്തിൽ ആളപായം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റ് നഗരത്തിലെ മന്ത്രാലയ സമുച്ചയ കെട്ടിടത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ കെട്ടിടത്തിന് ഗൌരവമായ വസ്തുനാശം സംഭവിച്ചെങ്കിലും ആളപായമില്ല. അതോടൊപ്പം 2 വൈദ്യുതി ജല പ്ലാന്റുകളും ഡ്രോൺ ആക്രമണത്തിന് ഇരയായതായി വൈദ്യുതി ജല ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ വലിയ നാശനഷ്ടം സംഭവിക്കുകയും 2 വൈദ്യുതി ഉൽപാദന യൂണിറ്റുകൾ താൽക്കാലികമായി നിലച്ചതായും അധികൃതർ അറിയിച്ചു. വൈദ്യുതി ജലസേവനങ്ങളുടെ സ്ഥിരത ഉറപ്പാക്കാൻ സാങ്കേതിക സംഘങ്ങളും അടിയന്തര സംഘങ്ങളും ഏകോപിത പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ പറയുന്നു. അതോടൊപ്പം അബുദാബിയിലെ ബൊറൂജ് പെട്രോ കെമിക്കൽ ഫാക്ടറി ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളെ പ്രതിരോധിച്ചെങ്കിലും അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഫാക്ടറിയുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബഹ്റൈനിലെ സിത്ര മേഖലയിലും ആക്രമണത്തെ തുടർന്ന് കെട്ടിടത്തിന് തീപിടിച്ചിരുന്നു. പ്രത്യാക്രമണ സാധ്യത കണക്കിലെടുത്ത് മേഖലയിലുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.